വിഴിഞ്ഞം തുറമുഖത്തേക്ക് 9.5 കിലോമീറ്റർ തുരങ്ക റെയിൽപാതയടക്കം റെയിൽ കണക്ടിവിറ്റി ഒരുക്കാൻ ചെലവ് 2000 കോടിയെങ്കിലുമാകും. തുരങ്കപാതയ്ക്ക് നേരത്തെ കണക്കാക്കിയിരുന്ന ചെലവ് 1482.92 കോടിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ ഇത് 1600 കോടിക്ക് മുകളിലെത്തി. റെയിൽവേയാണ് ബാലരാമപുരത്ത് പുതിയ സ്റ്റേഷനും യാർഡുമടക്കം നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാകുമ്പോഴേക്കും ചെലവ് 2000 കോടിയെങ്കിലും ആകും എന്നാണ് വിലയിരുത്തൽ. തുരങ്കപാതയൊരുക്കി അതിലൂടെ റെയിൽപാളമിടാൻ 100 കോടിയാണ് ചെലവ് കണക്കാക്കിയിരുന്നത്. ഇതിനുള്ള ടെൻഡർ രേഖകൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. തുറമുഖ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി അടുത്തയാഴ്ച യോഗം ചേർന്ന് ഇത് അംഗീകരിച്ചാൽ ഉടൻ തന്നെ ടെൻഡർ വിളിക്കും. ടെൻഡർ ഘട്ടത്തിൽ തുരങ്കപാതയുടെ ചെലവ് കൂടും എന്നാണ് വിലയിരുത്തുന്നത്. കരാറ് ഒപ്പിട്ടാൽ പ്രാഥമിക പണികൾ പൂർത്തിയാക്കാൻ 4 മാസത്തോളമെങ്കിലും എടുക്കും. അടുത്ത ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽപാതയടക്കം ഭൂമി ഏറ്റെടുക്കുന്നതിന് 118 കോടിയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ചെലവ് 190 കോടിയാകും എന്നാണ് ജില്ലാ ഭരണകൂടം തുറമുഖ കമ്പനി അറിയിച്ചത്. ബാലരാമപുരത്ത് സ്റ്റേഷനും കണ്ടെയ്നർ യാർഡും അടക്കം വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ 130 കോടിയായിരുന്നു റെയിൽവേ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴിത് 243 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണലായിരിക്കും വിഴിഞ്ഞത്ത് വരുന്നത്. നിത്യേന 21 ട്രെയിനുകൾ ബാലരാമപുരത്ത് നിന്ന് തുറമുഖത്തേക്കെത്തും. ഒറ്റപ്പാതയുമായിരിക്കും. ആകെയുള്ള 10.7 കിലോമീറ്റർ ദൂരം താണ്ടാൻ 23 മിനിറ്റ് എടുക്കും. തുരങ്കപാതയിൽ രാപ്പകൽ ട്രെയിൻ ഓടിക്കാനും സാധിക്കും. 500 കിലോമീറ്ററിലേറെ ദൂരത്തേക്കുള്ള കണ്ടെയ്നറുകളാണ് ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും ഏറെയും. തുറമുഖത്തെ കണ്ടെയ്നർ ശേഷി കൂടുന്ന സാഹചര്യത്തിൽ ചരക്ക് നീക്കത്തിന് റെയിൽ ഇടനാഴി അനിവാര്യമാണ്. അതേസമയം കരാർ പ്രകാരം തുറമുഖത്തേക്ക് റെയിൽ കണക്ടിവിറ്റി ഒരുക്കാൻ ചെലവ് വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനാൽ തുരങ്കപാതയുടേതടക്കം മുഴുവൻ ചെലവും നബാർഡിൽ നിന്ന് വായ്പ എടുത്താണ് നൽകുന്നത്. റെയിൽപാതയ്ക്കായി സഹായം നൽകണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. നിലവിലുള്ള സ്റ്റേഷൻ നെയ്യാറ്റിൻകര ദിശയിൽ 600 മീറ്റർ ദൂരത്തേക്ക് മാറ്റി പുതിയത് നിർമ്മിക്കും. ചരിവിലുള്ള സ്റ്റേഷനും ലൈനുകളും നിരപ്പിലേക്ക് മാറ്റും. 2 സമാന്തര ട്രാക്കുകളടക്കം നിർമ്മിക്കും. റെയിൽവേ വികസനത്തിനുള്ള ചെലവ് ഇനിയും കൂടാനാണ് സാധ്യത. അതേസമയം കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ ടെൻഡർ രേഖകൾ സർക്കാർ നിയോഗിച്ച സമിതി ഒരാഴ്ചക്കകം പരിശോധിക്കുന്നതായിരിക്കും. അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ 10.76 കിലോമീറ്റർ ദൂരത്തിലാണ് പാത. ഇതിൽ 9.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുമാണ്. 1402 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കാണ്. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും ഭൂഗർഭപാത നിർമ്മിക്കുന്നത്. പ്രവൃത്തി തുടങ്ങി 3.5 വർഷം കൊണ്ട് പൂർത്തിയാക്കും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം 343 കോടി രൂപ ദക്ഷിണ റെയിൽവേക്കും ഭൂമി ഏറ്റെടുക്കുന്നതിനായി 190 കോടി രൂപ തിരുവനന്തപുരം കളക്ടർക്കും നൽകി. കൊങ്കൺ റെയിൽവേക്ക് 96.2 കോടിയും കൈമാറിയിട്ടുണ്ട്. ബാലരാമപുരം സ്റ്റേഷൻ സമീപത്തു നിന്ന് ടേബിൾ ടോപ്പ് രീതിയിലായിരിക്കും ഭൂഗർഭപാതയുടെ നിർമ്മാണം. വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ ഭൂനിരപ്പിൽ നിന്നും 25 മുതൽ 30 മീറ്ററെങ്കിലും താഴ്ചയിലൂടെയായിരിക്കും നിർദ്ദിഷ്ട പാത കടന്നുപോകുന്നത്. സിംഗിൾ ലൈൻ ആയിരിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് 150 മീറ്റർ അകലെ വരെയാണ് ഇത്. അവിടെ നിന്ന് തൂണുകളിലൂടെ 125 മുതൽ 150 മീറ്റർ പാത നിർമ്മിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.